ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങളിലും വിജയിച്ച് സൂപ്പർ ഫോറിലെത്തിയ ശ്രീലങ്കയ്ക്ക് ആദ്യ മത്സരത്തിൽ തന്നെ തിരിച്ചടി. ബംഗ്ലാദേശാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ തങ്ങളെ തോൽപ്പിച്ച ശ്രീലങ്കയോട് പകരം വീട്ടിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസാണ് എടുത്തത്. ഡാസുൻ ഷനക 37 പന്തിൽ 64 റൺസോടെ അവരുടെ ടോപ്പ് സ്കോററായപ്പോൾ കുശാൽ മെൻഡിസ് 25 പന്തിൽ 34, പത്തും നിസംഗ 15 പന്തിൽ 22 എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാന സ്കോറർമാർ. ബംഗ്ലാദേശിന് വേണ്ടി മുസ്താഫിസുർ റഹ്മാൻ 4 ഓവറിൽ 20 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടി മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മെഹദി ഹസൻ 4 ഓവറിൽ 25 റൺസ് വഴങ്ങി 2 വിക്കറ്റും ടസ്കിൻ അഹമ്മദ് 4 ഓവറിൽ 37 റൺസിന് 1 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് വേണ്ടി ടസ്കിൻ അഹമ്മദ് 0 റൺസോടെ മടങ്ങിയെങ്കിലും മറ്റൊരു ഓപ്പണറായ സൈഫ് ഹസൻ 45 പന്തിൽ 61 റൺസോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ലിറ്റൻ ദാസ് 16 പന്തിൽ 23 റൺസും ഹൃദോയ് 37 പന്തിൽ 58 റൺസും നേടി വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. മത്സരം സമനിലയിലായിരിക്കെയാണ് ബംഗ്ലാദേശിന്റെ അവസാനത്തെ 2 വിക്കറ്റുകൾ വീഴുന്നത്. ശ്രീലങ്കയ്ക്ക് വേണ്ടി വനിന്ദു ഹസരംഗയും ദാസുൻ ഷനകയും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ നുവാൻ തുഷാരയും ഷമീരയും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. അങ്ങനെ 19.5 ഓവറിൽ, അതായത് ഒരു പന്ത് ബാക്കി നിൽക്കെ വിജയത്തിന് ആവശ്യമായ 169 റൺസ് ബംഗ്ലാദേശ് നേടി. ശ്രീലങ്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു തോൽവി എന്ന് പറയാം. കാരണം ഇനി അവർക്ക് നേരിടാനുള്ളത് ഇന്ത്യയും പാകിസ്ഥാനെയുമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൂപ്പർ ഫോറിലെ മത്സരം ഇന്ന് വൈകിട്ട് നടക്കും.